തുടർ വിജയങ്ങളിലൂടെ മലയാളത്തിന്റെ ഇഷ്ടനായികയായി മാറിയ നടിയാണ് അനശ്വര രാജൻ. കഴിഞ്ഞ വർഷം നടിയുടേതായി ഇറങ്ങിയ എബ്രഹാം ഓസ്ലറും ഗുരുവായൂർ അമ്പലനടയിലുമൊക്കെ വിജയിച്ച സിനിമകളാണ്. ഈ വർഷം ഇറങ്ങിയ രേഖാചിത്രം കൂടി ഹിറ്റായി മാറിയതോടെ ഭാഗ്യതാരമായി മാറിയിരിക്കുകയാണ് അനശ്വര. ബാലതാരമായി എത്തിയ അനശ്വരയുടെ നായികയിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ബാലതാരമായി തിളങ്ങിയിട്ടും നായികയായി വേണ്ടത്ര ശോഭിക്കാതെ പോയ ധാരാളം നടിമാരുണ്ട്. എന്നാൽ ബാലതാരമായും നായികയായും ഒരുപോലെ ശോഭിക്കാൻ അനശ്വരയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഈ തുടർ വിജയങ്ങൾ നേടിത്തന്ന താരതിളക്കം നടിക്ക് ഗർവ് കൂട്ടിയോ എന്ന് സംശയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അനശ്വര രാജനും ഇന്ദ്രജിത് സുകുമാരനും ഒരുമിച്ച് അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വാർത്തകൾക്ക് ആധാരം. ചിത്രത്തിന്റെ പ്രൊമോഷന് സഹകരിക്കാൻ അനശ്വര വൈമുഖ്യം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് ഡയറക്ടർ ദീപു കരുണാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കാലു പിടിച്ചു പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും അനശ്വര തയ്യാറായില്ല എന്നും താൻ നഷ്ടപരിഹാരം ചോദിക്കുമെന്നും ദീപു പറഞ്ഞിരുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നന്നായി സഹകരിച്ച ആളാണ് അനശ്വര. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ദീപു പറഞ്ഞത്. മനോരമയോടായിരുന്നു ദീപുവിന്റെ പ്രതികരണം. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണ് അനശ്വര. ഒരു ഘട്ടത്തിൽ സിനിമ നിന്നു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ പോലും സാർ ഞാൻ കൂടെയുണ്ട്, നമുക്ക് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ അനശ്വര തന്നെയാണ് സിനിമയുടെ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോൾ സഹകരിക്കാതെ വന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് 10 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനിക്ക് നൽകിയിരുന്നു. അവർ പ്രധാനമായും ശ്രമിക്കുന്നത് പാട്ടിന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത റീച്ച് വരുത്താനാണ്. ചിത്രത്തിലെ പാട്ട് ഇറങ്ങിയപ്പോൾ ഇൻസ്റ്റാ പേജിൽ ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഇടാൻ അനശ്വരയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. മ്യൂസിക് കമ്പനിയുടെ ഭാഗത്തു നിന്നും എനിക്കും ഭയങ്കര പ്രഷറുണ്ടായി. പ്രൊമോഷൻ വിളിച്ചപ്പോഴാകട്ടെ ഏതെങ്കിലും ഒരു ദിവസം നോക്കട്ടെ എന്ന തരത്തിലായി നടിയുടെ പ്രതികരണം. നടിയുടെ അമ്മയുമായും മാനേജരുമായും സംസാരിച്ചു. കാല് പിടിച്ചു പറഞ്ഞു നോക്കിയെന്ന് ദീപു പറഞ്ഞിരുന്നു. സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഇന്ദ്രജിത്ത് അവരെ നേരിട്ട് വിളിച്ചിരുന്നു. ഈ ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇന്ദ്രജിത്തിനോട് മാത്രം സംസാരിച്ചിട്ട് അവർ ഫോൺ വയ്ക്കുകയായിരുന്നു. ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചാലുടനെ ഞാനൊരു പ്രൊമോഷൻ വയ്ക്കും, അവർ അതിന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇതൊരു വിവാദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഒരു പരിഹാരമല്ലല്ലോ. അവർക്ക് ഇനിയും ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാം, പ്രശ്നം അതോടെ തീരും. വാർത്തയിലൂടെ ഈ വിഷയം അവതരിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അസോസിയേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാത്തത് പ്രൊമോഷന്റെ സമയം വരട്ടെ എന്ന് കരുതിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നും ദീപു പറയുന്നു. അനശ്വരയ്ക്ക് മാത്രമാണ് ഈ സിനിമയിൽ കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവരില്ലാതെ പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നടീനടന്മാരുടെ പ്രതിഫലവും അതുമായി ബന്ധപ്പെട്ട സിനിമാ സമരവുമൊക്കെയായി വാർത്തകൾ നിറയുമ്പോഴാണ് മലയാളത്തിൽ അത്യാവശ്യം തിരക്കുള്ള അനശ്വരയ്ക്കെതിരെ പരാതി വന്നിരിക്കുന്നത്. നായകൻ പോരെന്ന് തോന്നിക്കാണും, അല്ലെങ്കിൽ നയൻതാരയ്ക്ക് പഠിക്കുകയാകും എന്നൊക്കെ നടിക്കെതിരെ കമന്റുകളും വരുന്നുണ്ട്. നടിയാകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല.